വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തോട് മോശ ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവമേ, ഇസ്രായേൽ ജനത്തോട് ഞാൻ ചെന്ന് പറയാൻ പോവുകയാണ്, ദൈവം എനിക്ക് പ്രത്യക്ഷമായി നിങ്ങളെ വിടുവിച്ചു കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് എന്ന് ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ അവർ ന്യായമായി ചോദിപ്പാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഇതാണ്: നിനക്ക് വെളിപ്പെട്ട ദൈവത്തിന്റെ പേരെന്താണ്? എന്താണ് ഞാൻ ദൈവത്തിന് പേര് പറഞ്ഞു കൊടുക്കേണ്ടത്? സ്വർഗത്തിലെ ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ ജനത്തിന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയ ധാരാളം പേരുകൾ ഉണ്ട് എങ്കിലും അവയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 7 പേരുകൾ, സംയുക്ത നാമങ്ങൾ ഇന്നത്തെ പഠനത്തിന് വേണ്ടി, ചിന്തയ്ക്ക് വേണ്ടി ഞാൻ കൈമാറുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരുന്നാട്ടെ. ഒന്നാമത്തെ ദൈവത്തിന്റെ പേര് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ് കാണുന്നത്. അത് ഏൽ എലോഹീം എന്നത്രേ. അതിന്റെ അർത്ഥം ദൈവം സൃഷ്ടാവാം ദൈവമാണെന്നാണ്. നമ്മുടെ സൃഷ്ടിതാവായ ഒരു ദൈവമുണ്ട്, നമ്മെ സൃഷ്ടിച്ച, നമ്മെ മെനഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് ഏൽ എലോഹീം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ പ്രസംഗകരനും എഴുത്തുകാരനുമായ പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഒരു പുസ്തകം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 10ഓളം പുസ്തകങ്ങൾ എൻ്റെ ബുക്ക് സ്റ്റോളിൽ വിൽപ്പനയ്ക്കുണ്ട്. അതിൽ ഒരു പുസ്തകത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ആ ദൈവദാസൻ എഴുതിയ ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ സൃഷ്ടി വെളിപ്പെടുന്നത് വാക്കുകൾ കൊണ്ടാണ്. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, സൂര്യനെയും ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചത്, വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് വാക്കുകൾ കൊണ്ടാണ്. രണ്ടാമത്തെ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് മണ്ണുകൊണ്ടാണ്. മണ്ണുകൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി സ്വർഗത്തിലെ ദൈവം മൂക്കിലേക്ക് ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുകയാണ്. മൂന്നാമത്തെ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നുണ്ടാക്കിയ മനുഷ്യനിന്റെ ഒരു വാരിയൽ വലിച്ചൂരി ദൈവം ഹൗവയെ സൃഷ്ടിക്കുകയാണ്. നാലാമത്തെ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് മണ്ണുകൊണ്ടും എല്ലുകൊണ്ടും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ നിന്നും കയീനെ, ഹാബേലിനെ, ഇന്ന് ലോകത്തിൽ സൃഷ്ടിപ്പ് നടക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം സ്വാഭാവികമായ ജനനത്തിലൂടെ അവരെ എടുക്കുകയാണ്. ദൈവത്തിൻ്റെ അഞ്ചാമത്തെ സൃഷ്ടിപ്പ് 100 വയസ്സുള്ള അബ്രഹാം, 90 വയസ്സുള്ള സാറ, അവരിൽ നിന്നാണ് ഇസഹാക്കിനെ ദൈവം ഉളവാക്കുന്നത്. ദൈവത്തിൻ്റെ ആറാമത്തെ സൃഷ്ടിപ്പെന്ന് പറയുന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുകയാണ്. അപ്പോൾ 1 ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് വാക്കുകൊണ്ട്, 2 മണ്ണുകൊണ്ട്, 3 എല്ലുകൊണ്ട്. അടുത്തതായിട്ട് മണ്ണുകൊണ്ടും എല്ലുകൊണ്ടും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ നിന്നും അഞ്ചാമത്തെ സൃഷ്ടിപ്പെന്ന് പറയുന്നത് 100 വയസ്സുള്ള 90 വയസ്സുള്ള വാർദ്ധക്യത്തിലെത്തിപ്പോയ അപ്പച്ചനിൽ നിന്ന്, അമ്മച്ചിയിൽ നിന്നും സർവശക്തനായ ദൈവം അവിടെ സൃഷ്ടിപ്പ് നടത്തുന്നു. അടുത്തതായിട്ട് ദൈവത്തിന്റെ സൃഷ്ടിപ്പ് ഒരു കന്യക ഗർഭിണിയായി പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, അത്യുന്നതന്റെ ശക്തി നിഴലിട്ടപ്പോൾ ഒരു സൃഷ്ടിപ്പ് നടത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ഇന്ന് ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, നമ്മുടെ ദൈവം ഇന്നും സൃഷ്ടിപ്പ് നടത്തുവാൻ സർവശക്തിയുള്ള കഴിവുള്ള ദൈവമാണ്. രണ്ടാമത്തെ ദൈവത്തിന്റെ പേര് ഏൽ ശദായി എന്നാണ്. അതിന്റെ അർത്ഥം സർവശക്തനായ ദൈവമെന്നാണ്. ആ പദം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് പ്രധാനമായി കാണുവാൻ കഴിയുന്നത്. സർവശക്തനായ ദൈവമല്ലേ അബ്രഹാമിനെയും സാറയെയും അനുഗ്രഹിച്ചത്? ഇസ്രായേൽ മക്കളുടെ യാത്രയെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നു. ചെങ്കടൽ പോലെ, യോർദാൻ പോലെ, എരിഹോ കോട്ട പോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നില്ലേ? അവർക്ക് വെള്ളമില്ലാഞ്ഞ സമയങ്ങൾ, ഇറച്ചി ആവശ്യമുള്ള സമയങ്ങൾ, അങ്ങനെ എന്തെന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നു. വെള്ളം കയ്പായി തോന്നിയ സമയങ്ങളില്ലേ? എന്നാൽ 30 ലക്ഷം പേർക്ക് 40 വർഷക്കാലം വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിലൂടെ ഒരു നേരം പോലും അവർക്കൊന്നിനും കുറവ് വരാതെ അവർക്ക് ആവശ്യമുള്ള വസ്ത്രം നൽകി, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകി, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോകാതെ, അവരുടെ കാൽ വീങ്ങിപ്പോകാതെ, അവരുടെ വസ്ത്രം പഴകിപ്പോകാതെ, വെട്ടാത്ത കിണറുകളുള്ള, നട്ടുണ്ടാക്കാത്ത തോട്ടങ്ങളുള്ള, കെട്ടാത്ത വീടുകളുള്ള ആ നല്ല ദേശത്ത്, കനാൻ നാട്ടിൽ ദൈവം എത്തിച്ചത് ദൈവത്തിന്റെ സർവശക്തിയെ അത്രയെ കാണിക്കുന്നത്. മൂന്നാമത്തെ ചിന്ത, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. അവിടെ യഹോവ ഈരേ എന്ന ദൈവത്തിന്റെ 3-ാമത്തെ പേര് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം കരുതുന്ന ദൈവമാണ്. ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് യഹോവ ഈരേ, കരുതുന്ന ദൈവം എന്നുള്ള പ്രസംഗം ഒരു എപ്പിസോഡിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് ആ കരുതുന്ന ദൈവത്തെക്കുറിച്ച് ഈ പ്രസംഗത്തിൽ അധികം ഞാൻ
പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഞാൻ ഓർപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളെ കഴിഞ്ഞ 40 സംവത്സരങ്ങൾ പരിപാലിച്ചവനായ ദൈവം, അബ്രഹാമിനെ സാറയെ അനുഗ്രഹിച്ചവനായ ദൈവം, ഏലിയാവിനെ കാക്കയെ കൊണ്ടും ദൂതനെ കൊണ്ടും വിധവയെ കൊണ്ടും കരുതിയ ദൈവം, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ തീൻ എത്തിച്ചു കൊടുക്കുന്നവനായ ദൈവം, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ അവയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകി കൊടുക്കുന്ന ദൈവം, 5 അപ്പം കൊണ്ട് 2 മീനെ കൊണ്ട് 5000 പോഷിപ്പിച്ച് 12 കുട്ട നിറച്ചെടുത്ത ദൈവം, കാനാവിലെ കല്യാണത്തിന് ആ കുടുംബത്തിന് വേണ്ടി കരുതിയ ദൈവം നമ്മുടെ ദൈവമല്ലേ? ദൈവത്തിന്റെ 3ാമത്തെ പേര് യഹോവ ഈരെ എന്നാണ്. അത് കരുതുന്നവനായ ദൈവമാണ്. 4ാമത്തെ ദൈവത്തിന്റെ പേര് നമുക്ക് കാണുവാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. അവിടെ കാണുവാൻ കഴിയുന്നത് യഹോവ നിസി എന്നാണ്. അവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്ന ചിന്ത, അമ്മാലേക്കും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടാകുകയാണ്. അവൻ എന്താണ് മോശ ചെയ്യുന്നത്? മോശ പർവ്വതത്തിന്റെ മുകളിൽ കയറി ഒരു വടി പിടിച്ചുകൊണ്ട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മോശയുടെ കരം ബലഹീനമായി ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. അപ്പോൾ അഹരോനും ഹൂരും കൂടെ കടന്നു വന്നിട്ട് മോശയെ ഒരു കല്ലിന്മേൽ ഇരുത്തിയിട്ട് അഹരോനും ഹൂരും ഇടത്തും വലത്തുമായി നിന്നുകൊണ്ട് കൈ താങ്ങി മോശയുടെ കരം ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജയിച്ചു, അമ്മാലേക്ക് തോറ്റു. ആ സമയത്ത് ആമേൻ യോശുവയിലൂടെ ദൈവം യുദ്ധം ജയിക്കുകയാണ്. എന്നിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിതിട്ട് മോശ അതിന് പേരിടുകയാണ്, ദൈവം നമ്മുടെ ജയത്തിന്റെ കൊടിയാണ്, യഹോവ നമ്മുടെ കൊടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പോരാട്ടങ്ങൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, ബന്ധനങ്ങൾ ഉണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം. പക്ഷേ ജയക്കൊടിയായി നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് നാം തോറ്റു പോകുകയില്ല, നാം പരാജയപ്പെടുകയില്ല, നമ്മുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. പ്രകാശിതരായി ഓരോ ദിവസവും നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവം തന്നെ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലാണ് 5ാമത്തെ ചിന്ത കാണുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ റാഫയാണ്. അതിന്റെ അർത്ഥം സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആത്മീകമായിട്ടോ നിങ്ങൾ ക്ഷീണിതരാണെങ്കിൽ, നിങ്ങൾ രോഗികളാണെങ്കിൽ, നിങ്ങൾ ബലഹീനരാണെങ്കിൽ, 103-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ റാഫയാണ്, അഥവാ അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണ്. സകല രോഗത്തെയും, ശകലം രോഗത്തെയല്ല, സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ്. 147-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. വചനമയച്ചവൻ സൗഖ്യമാക്കുന്ന ദൈവം അത്രേ. അവിടുത്തെ അടിപ്പിണരാൽ അവൻ സൗഖ്യം വന്നിരിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ നാമത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്, ദൈവത്തിന്റെ സ്വഭാവമുണ്ട്. അവിടുന്ന് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം അത്രേ. തുടർന്നുള്ള ചിന്ത ആമേൻ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. അവിടെ ഏൽ റോയി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്കിനർത്ഥം എന്നെ കാണുന്ന ദൈവമെന്നാണ്. ഹാഗാർ ശൂരിന് പോകുന്ന മരുഭൂമിയിൽ ഇരിക്കുകയാണ്. ആമേൻ ഹാഗാറിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ, ഹാഗാറിന്റെ അന്നത്തെ സാഹചര്യം നമുക്കറിയാമല്ലോ. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവൾക്ക് വെളിപ്പെട്ടിട്ട് ഇങ്ങനെ പറയുകയാണ്, ദൈവത്തിന്റെ ആലോചനകൾ അവളെ കുറിച്ചുള്ളത്, അവളുടെ സന്തതിയെ കുറിച്ചുള്ളത്, അവളുടെ തലമുറകളെ കുറിച്ചുള്ളത്, ആമൻ വീട്ടിൽ മടങ്ങിപ്പോയി കീഴടങ്ങിയിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഒക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൂതൻ മുഖാന്തരം അരുളി ചെയ്യുമ്പോൾ അവൾ ദൈവത്തിനൊരു പേരിടുകയാണ്, എൻ്റെ ദൈവം എൽ റോയിയാണ്. കാരണം എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കാണുന്നുവോ. ആമൻ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. 139-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നൊരു ദൈവമുണ്ട്, കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ നിരൂപണങ്ങൾ പോലും മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കാണുന്നവനായൊരു ദൈവം. സക്കായിയെ ആമൻ അത്തിയിലയുടെ ഇടയിൽ മറഞ്ഞിരുന്നപ്പോഴും കണ്ടൊരു ദൈവമില്ലേ? ഗലീല കടലിലൂടെ കോടിക്കണക്കിന് മത്സ്യങ്ങളുടെ ഇടയിലൂടെ ഊളയിട്ട് പോകുന്ന ആമൻ ഒരു ചതുർദ്രഹ്മപ്പണം വായിലൊളിപ്പിച്ച മത്സ്യത്തെ കണ്ടൊരു കർത്താവില്ലേ? ശമരിയ സ്ത്രീയുടെ മുഴുവൻ രഹസ്യങ്ങളും കണ്ട ഒരു കർത്താവില്ലേ? ആ കർത്താവിനൊന്നും മറവല്ല കേട്ടോ. ആ കർത്താവ് അത്രേ പത്മോസിൽ കടന്ന യോഹന്നാനെ കണ്ടത്, ആ കർത്താവ് അത്രേ ഇവിടെ ഹാഗാറിനെയും കാണുന്നത്. അവൻ വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ട് കാഠിന്യത്തോടെ ഓടിപ്പോകുന്ന ഹാഗാറിനെ ആരും കാണാൻ അവിടെ ഇല്ലെങ്കിലും മരുഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം കണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. എന്നെ ആരും കാണുന്നില്ലെങ്കിലും, എന്നെ ആരും അറിയുന്നില്ലെങ്കിലും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലെങ്കിലും ഹാഗാറിനെ കണ്ട, ഏൽ
എൽ റോയി ആയ ദൈവം എന്നെ കാണുന്ന ദൈവം അത്രേ. ഒടുവിലത്തെ ചിന്ത, ഏഴാമത്തെ ചിന്ത, യഹോവ ഷാലോം എന്നത്രേ. അതിനർത്ഥം ദൈവം നമ്മുടെ സമാധാനമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലാണ് ദൈവത്തിൻ്റെ ആ പേര് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് സമാധാനം നൽകുന്ന, നമുക്ക് സ്വസ്ഥത തരുന്ന, അതേ നമ്മെ ശാന്തമായി സമാധാനത്തോടെ സ്വസ്ഥമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇന്ന് സമാധാനമില്ലാതെ, ആശ്വാസമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നെങ്കിൽ സമാധാന പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ സമീപിക്കുവാനും ആ യേശുവിനോട് പ്രാർത്ഥിപ്പാനും യേശു മുഖാന്തരമുള്ള സമാധാനം പ്രാപിക്കാനും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതെ, ഇതുവരെ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ആരാണ്? അവൻ നമ്മുടെ ദൈവത്തിൻ്റെ വ്യത്യസ്തമായ നാമമാണ്. ഏൽ എലോഹീം, സൃഷ്ടാവായ ദൈവം നമ്മുടെ ദൈവമാണ്. ആമേൻ. രണ്ടാമതായി നാം ചിന്തിച്ചു, ആമേൻ, ഏൽ ഷദായി, സർവശക്തനായ ദൈവം, ഓൾമൈറ്റി ഗോഡ്, അവിടുന്ന് നമ്മുടെ ദൈവമാണ്. യഹോവയീരേ, അബ്രഹാമിന് വേണ്ടി മോരിയ മലയുടെ മുകളിൽ ഒരു ആട്ടിൻകുട്ടിയെ കരുതിയ ദൈവം നമ്മുടെ ദൈവമാണ്. നിസ്സിയായി, യഹോവ നിസ്സിയായി, ജയക്കൊടിയായി നിൽക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ജയം തന്ന് ജയോത്സവമായി നടത്തുവാൻ പോവുകയാണ്. യഹോവ റാഫയാണ്. ദൈവം നമുക്ക് രോഗങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. യഹോവ റോയിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കാണുന്നൊരു ദൈവമുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട്. യഹോവ ഷാലോം, യഹോവ നമ്മുടെ സമാധാനമാണ്. ഈ 7 വചനങ്ങളും ഈ ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറുവാൻ, ഒരു അനുഗ്രഹമായി, വിടുതലായി ഈ വചന ശുശ്രൂഷ പരിണമിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. അവിടത്തേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചില്ലല്ലോ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. അവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ കർത്താവ് പ്രവർത്തിച്ചാട്ടെ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനയും കേൾക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഏത് സമയത്തും ഞങ്ങളെ വിളിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.